വലിയ പെരുന്നാളൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസമെങ്കിലും ബീഫിന്റെ പൊതി ഒന്നൊക്കെ ഫ്രീസറിൽ ബാക്കി ഉണ്ടാവില്ലേ. ഇപ്പൊ ഒരിക്കലും വരട്ടലും മാത്രമല്ല നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ബീഫിന്റെ കേക്ക് ഉണ്ടാക്കാം. 2 മുട്ട നന്നായി പതപ്പിച്ചിട്ട് കുറച്ച് ഉപ്പും 2 സ്കൂപ്പും മൈദയും കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടിട്ട് ഒന്നാണ് മാറ്റി വെക്കാം. നോക്കണ്ട, കറണ്ട് പോയതല്ല, എനിക്ക് വിസ്ക് എടുക്കാനുള്ള മടിയുണ്ട്, ഞാൻ ബീറ്റർ വെച്ചിട്ട് തന്നെ ഇളക്കിയതാ. ഇനി നമ്മൾ അധികം യൂസ് ചെയ്യാത്ത അല്ലെങ്കിൽ നമ്മൾ ബേക്കിങ്ങിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന എന്തെങ്കിലും കുക്കറോ അല്ലെങ്കിൽ ബേക്കിംഗ് ടിന്നൊക്കെ എടുത്താലും മതി. ഒരു ബേക്കിംഗ് പേപ്പർ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ബാറ്റർ വെച്ചു. പിന്നെ ബീഫ് ഓൾറെഡി കുക്ക് ചെയ്ത് എനിക്ക് നാട്ടിൽ നിന്ന് കിട്ടിയതുകൊണ്ട് ഞാൻ ഇതിന്റെ വക കുറച്ച് സവാള വഴറ്റിയതും കുരുമുളകും പിന്നെ മല്ലിച്ചപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക, വീണ്ടും ബാറ്റർ ഒഴിക്കുക, വിസിൽ മാറ്റിയിട്ട് കുക്കർ വെക്കുക. അല്ലെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ എൻ്റെ കുക്കർ നല്ല അടിപൊളി ഡാൻസർ ആയതുകൊണ്ട് ഒരു ചട്ടകം വെച്ച് താങ്ങ് കൊടുത്തിട്ടുണ്ട്. ഒരു പാൻ വെച്ച് അതിൽ കുക്കർ വെച്ചാൽ ഒരുവിധം കരിയാതെ രക്ഷപ്പെടാട്ടോ. ഒരു 20 അല്ലെങ്കിൽ 25 മിനിറ്റ് ഒന്ന് സെറ്റ് ചെയ്താൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബീഫിന്റെ കേക്ക് ഇവിടെ റെഡിയാവും. പിന്നെ കാഷ്യൂ, റൈസിൻസ് എന്നിവ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഒരു ഇതില്ലാത്തത് കൊണ്ട് നമ്മൾ പുഴുങ്ങിയ മുട്ട വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഈ കേക്ക് കുക്കാവുന്നതിന് മുന്നേ ഒന്ന് ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു ആർഭാടത്തിന് മയണൈസ് ഒക്കെ കുത്തിയിട്ട് അങ്ങോട്ട് തിന്നാൽ മതി. സൈഡിൽ ഒരു കട്ടൻ ചായയും കൂടെ.